എല്ലാ ടിപ്സ് ആൻഡ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഈ കലിങ്ക ഇരുന്നാൽ പോരെ? പോരാ, അതിനാ ഇന്നിപ്പോ നമ്മള് അമ്മയുടെ വീട്ടിലാണ് വന്നേക്കുന്നത്. വീടൊക്കെ ഇവിടെയൊക്കെ നല്ല രസമല്ലേ? നല്ല തേക്കും കൂപ്പ. നമ്മളൊരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയായിരുന്നു ഇവിടെ മുഴുവൻ. ഇവിടെ ഒരു സൈഡ് മൊത്തം, ഈ റോഡിന്റെ ഇടത്തെ സൈഡ് മൊത്തം തേക്കും കൂപ്പ, വലത്തെ സൈഡിൽ ആൾക്കാരുടെ താമസവും അങ്ങനെ. അപ്പോൾ ഇന്ന് നമ്മൾ അയ്യപ്പൻ കോയിൽ ക്രിസ്മസ് ആയിക്കൊണ്ട് ഇവിടെ വന്നതാ. അപ്പോൾ അയ്യപ്പൻ കോയിലിന് പോകണോ? വേണ്ട, ഇവിടെ ഈ തണൽ തിരുന്നാൽ പോരെ? അച്ഛയില്ലേ പോവാന്ന് പറഞ്ഞു. ഇവിടെ ഇരിക്കാൻ നല്ല സുഖമല്ലേ, ചൂടൊന്നുമില്ല, പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇവിടെ തന്നെ ഇരുന്നാലോ. ഇതന്നെ ഇവൻ മിണ്ടായിരിക്കുന്നത്. ഇവനില്ലെങ്കിൽ നാക്കിട് വായിൽ കയറാത്തതുകൊണ്ട് ഇവൻ എന്നാ പറ്റി? നമുക്ക് കറങ്ങാൻ പോണോ കേശു? നീ പറയുവാണല്ലേ പോകുന്നുള്ളൂ. കറങ്ങാൻ പോണോ ഇവിടെ ഇരിക്കണോ? പോണം. ഒച്ചേപ്പറ. എവിടെ പോന്നേ? അങ്കള് പോളം, അങ്ങനാണോ? എന്നാ പോയേക്കാം, എന്നാ പോവാല്ലേ? അതെ അതെ, നമ്മുടെ അയ്യപ്പൻ കോലി യാത്രയിലേ നമ്മുടെ സാരഥി ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. ഇതിലേ ആകുമ്പോൾ ഞാൻ ഓടിച്ചോളാന്നാണ് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേ അധികം വണ്ടിയൊന്നും ഇല്ലാത്ത വഴിയല്ലേ അല്ലേ? ഓഫ് റോഡ് പോവുകയാണ്. ഓഫ് റോഡാണോ? പിള്ളേരൊക്കെ കണ്ടോ ശ്വാസം പിടിച്ചിരിക്കുന്നത്. പേടിക്കണ്ട, ഞാൻ ഈ വഴി എങ്ങനെയും ഓടിച്ചോളാം. വണ്ടിയൊന്നും ഇല്ലല്ലോ. അതെ അതെ, കാട്ടിക്കൂടുള്ള വഴിയാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഓടിക്കാന്ന് പറഞ്ഞു അല്ലേ? ഇങ്ങനെയുള്ള വഴിയൊക്കെ ഓടിച്ചാ പഠിക്കേണ്ടത്. വണ്ടി ഇല്ലെന്നല്ല കേട്ടോ, വണ്ടി ഉണ്ട്. എന്നാലും ഈ സൈസ് വഴിയൊക്കെ ഓടിച്ച് പഠിക്കുകയാണെങ്കിൽ ഒരു ധൈര്യമല്ലേ? കണ്ടോ ഒരു വണ്ടി കിടക്കുന്നുണ്ടോ? വണ്ടിയൊക്കെ വരുന്നുണ്ട്, വല്ലപ്പോഴും ഒക്കെ ഉള്ളെന്നേ ഉള്ളൂ അല്ലേ? അങ്ങനെ പറയത്തില്ല, പഴയ കേക്കാരോടെ ഓടിച്ചെന്ന് പറയത്തില്ലേ? നമ്മളെ മറ്റപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു കേട്ടോ. മറ്റപ്പള്ളി കട്ടപ്പനയ്ക്കടുത്ത് സ്വരാജിൽ നിന്ന് തിരിഞ്ഞു കയറി വരും. അപ്പോൾ നമ്മൾ മറ്റപ്പള്ളിയിൽ നിന്നാണ് നമ്മളിപ്പോൾ അയ്യപ്പൻ കോവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് വരുമ്പോൾ നമ്മൾ ആ പോകുന്ന സ്ഥലപ്പേരിന് കോഴിമലയ്ക്ക് പോകുന്ന വഴിയിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു കയറി വരിക. വന്നിട്ട് ലെഫ്റ്റിലോട്ട് കിടക്കുന്ന വഴിയെ പോകണം. എല്ലാരും കോഴിമല കോഴിമല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കോവിൽമല എന്നല്ലേ ശരിക്കും വേറെ എങ്ങനെയാ, പക്ഷെ നമ്മള് കോഴിമല. അതെ, പറഞ്ഞു എല്ലാരും കോഴിമല എന്നാ പറയുന്നത് അല്ലേ? രാജാവൊക്കെ ഉള്ള സ്ഥലം. അതെ അതെ, കേട്ടിട്ടില്ലേ? കോവിൽമല രാജാവ് ഏകരാജാവാണെന്ന് തോന്നിപ്പോ. അതെ, നമുക്ക് ആദിവാസി. ഇത് ശരിക്കും ഇത് നമ്മളിത് വനത്തിനകത്തൂടെ പോകുന്നതെന്ന് തോന്നുന്നല്ലേ? വനത്തിനകത്തൂടെ. ഒരു സൈഡ് അല്ല, ഒരു സൈഡ് വനം, ഒരു സൈഡ് റിസർവ് ഫോറസ്റ്റാ. നമുക്ക് അങ്ങോട്ട് പോവാം. ഈ റോഡുണ്ടല്ലോ, ഇത് പഴയ കോട്ടയം കട്ടപ്പന വഴിയാന്നാ പറയുന്നത്. അതായത് അയ്യപ്പൻ കോവില് ഡാം വന്നിട്ട് അയ്യപ്പൻ കോവില് വെള്ളം കയറുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന വഴിയല്ലേ അല്ലേ? അപ്പൊ അയ്യപ്പൻ കോവില് ഡാം വന്ന് പഴയ പാലം മൂടി പോയപ്പോഴാണ് ഈ വഴി മാറ്റിയിട്ട് അതിലെ വഴിയായത്, മെയിൻ റോഡായതല്ലേ? തോണിത്തടി ചെന്ന് മേരുകുളത്തിനപ്പുറത്തുള്ള അവിടെ ചെന്ന് കയറും. അതിന് മുന്നേ ഇതായിരുന്നു മെയിൻ റോഡ് അല്ലേ? തോണിത്തടി ചെന്ന് കയറും. തോണിത്തടി വഴി പോയിക്കൊണ്ടിരുന്ന റോഡായതല്ലേ? തോണിത്തടി അയ്യപ്പൻ കോവില്. ഈ വലത്തെ സൈഡിൽ കണ്ടോ ഒരു വനത്തിന്റെ അതിർത്തിയിൽ ഇട്ടേക്കുന്ന ഒരു ജണ്ട കണ്ടോ? കണ്ടോ, അതിർത്തിക്കാണ് ഇങ്ങനെ വെച്ചേക്കുന്നത് കണ്ടോ? അത് കഴിഞ്ഞ് ഇങ്ങോട്ടുള്ളത് നാടാ. കാടിന്റെ എല്ലാം അതിർത്തി വെച്ചേക്കുന്ന അല്ലേ? ഓ, പഴയ വഴിയാ ഇത്. ഈ വഴി ഇപ്പൊ എല്ലാം മൊത്തം പോയി കിടക്കുക അല്ലേ? ഇപ്പൊ ഇതിലൊന്നും വരുന്നില്ലല്ലോ അങ്ങനെ ആൾക്കാരൊന്നും. ശരിക്കും പറയുവാണെങ്കിൽ ഡാം വന്ന് വെള്ളം കയറിയ ഏരിയകളിൽ ഉണ്ടായിരുന്ന റോഡുകളെല്ലാം ഈ വെള്ളം ഇറങ്ങി പോകുന്ന സമയത്ത് ഇങ്ങനെ കാണത്തുള്ളൂ. ഈ ഭാഗമെല്ലാം ആൾതാമസം ഉണ്ടായിരുന്ന സ്ഥലങ്ങളല്ലേ? ഈ വെള്ളം കയറുന്ന സമയത്ത് ഡാം പണിത് കഴിഞ്ഞപ്പോ ഇവിടുന്ന് എല്ലാ ആൾക്കാരെ ഇറക്കി വിട്ടോ. അപ്പൊ എന്തേരം ആൾക്കാർ പോയല്ലേ? ഇവിടെയൊക്കെ ഏതോ ഒരു ഉരം തന്നെ പഴയത് വെള്ളത്തിനടിയിലുണ്ടെന്നാ പറയുന്നത്. അങ്ങനെ നമ്മൾ ഈ പഴയ റോഡ് വഴി കാട്ടിനകത്തൂടെ കയറി നമ്മൾ അയ്യപ്പൻ കോവിലിന്റെ മറുകര എത്തി കേട്ടോ. അപ്പുറത്തെ വഴിയാ വന്നാൽ ചിലപ്പോൾ നമുക്കേ ആ പാലത്തെ വെള്ളമാണെങ്കിൽ ഇക്കരെ കയറാൻ പറ്റിയല്ലായിരുന്നു അല്ലേ? വെള്ളം കൂടുതലാ. അപ്പം പാലം മൂടി കിടക്കുവാന്ന് എനിക്ക് തോന്നുന്നേ, പഴയ പാലം അല്ലേ? പിന്നെ നമ്മൾ തൂക്കുപാലത്തെ വഴി തന്നെ പറഞ്ഞായിരുന്നു. ഇതിപ്പോ നമുക്ക് അതെ, 1-2 വള കൂടെ തിരിയുമ്പം സ്ഥലമായല്ലേ? ഈ സ്ഥലങ്ങളെല്ലാം ഈ വെള്ളം കയറി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ പഴയ ടൗൺ ആയിരുന്നു അല്ലേ? ഇവിടെയൊക്കെ ആശുപത്രിയും കടകളും എല്ലാം ഉണ്ടായിരുന്നു അല്ലേ? ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഈ ഡാം വന്നതോടുകൂടി വെള്ളം കയറി മൊത്തം പോയി. എത്ര പേരെ ഇവിടുന്ന് ഇറക്കി വിട്ടായിരിക്കും അല്ലേ? ഈ
ഡാം പണിത് കഴിയുന്ന സമയത്തെ ഈ വ്യൂ ആ കേട്ടോ, ഈ വെള്ളം കയറി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ആ കാണുന്ന എല്ലാം ആൾ താമസമുള്ള പ്രദേശങ്ങളാണ്. ഈ ഇല്ലി കൂട്ടം നിൽക്കുന്നതാണ്. ആ അതെ അതെ, നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ നമ്മൾ അയ്യപ്പൻ കോവിലോട്ട് എത്തി കേട്ടോ. ഇതേ ആൾക്കാരെല്ലാം ഇനി ക്രിസ്മസിന്റെ ദിവസം ആയതുകൊണ്ടേ ആൾക്കാരൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ട് കേട്ടോ കാണാനും. നല്ല രസമല്ലേ ഇവിടെയൊക്കെ വന്നിരിക്കാനൊക്കെ. ഏരിയയാ AC അല്ലേ? ആ അതെ അതെ, നല്ല AC ക്ലൈമറ്റും നല്ല ഇല്ലിക്കൂട്ടങ്ങളും അല്ലേ ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ നമ്മൾ അയ്യപ്പൻ കോവിൽ തൂക്കുപാലത്തിന്റെ വലത്തെ സൈഡിൽ കൂടെ വന്നു കേട്ടോ. നമ്മൾ അക്കരെ വഴി വന്നായിരുന്നേ പെട്ടുപോയേനെ കേട്ടോ. എന്താണെന്നറിയോ, ഈ നമുക്ക് ഇക്കരെ വണ്ടി കൊണ്ടുവരുമ്പോൾ നടക്കുമല്ലായിരുന്നു. പാലമില്ല, പാലമെല്ലാം വെള്ളത്തിനകത്ത് മൂടി കിടക്കുക. അതുകൊണ്ട് ആ വണ്ടികളെല്ലാം അക്കരെ കൊണ്ടിട്ടേക്കുന്നത് കണ്ടോ. കണ്ടോ, വണ്ടികൾ മുഴുവൻ വന്നതല്ല ആ സൈഡിലാണ്. ഈ സൈഡിൽ വണ്ടികൾ വരണമെങ്കിൽ നമ്മൾ ഈ വന്ന വഴിയെ വന്നാലേ വണ്ടി ഈ സൈഡിൽ വരത്തുള്ളൂ. പക്ഷേ വെള്ളം ഇല്ലാത്തപ്പോഴാണെങ്കിൽ പഴയ പാലത്തെ കൂടെ കയറി വണ്ടി ഇക്കരെ വരും. അതെ അതെ അതെ. പക്ഷെ നമ്മൾ ഇവിടുത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അയ്യപ്പൻ കോവിൽ അമ്പലത്തിലെ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവരാത്രിക്ക്. ശിവരാത്രിയാണ് അടിപൊളി അല്ലേ. പിന്നെ മറ്റേ ഇതുണ്ടല്ലോ കർക്കിടക ബലി, ആ സമയത്തും ആളുണ്ടല്ലേ, ഭയങ്കര ആളാ. ഇതിപ്പോ ഏതായാലും നമ്മൾ ഇക്കര വഴി വന്നത് കൊണ്ട് നമ്മള് അമ്പലത്തിന്റെ അവിടം വരെ വണ്ടിയും കൊണ്ട് പോകാൻ. അവിടെ എന്തോ ഷൂട്ടിങ് നടക്കുന്നുണ്ട് കേട്ടോ. എവിടെ? അക്കരെ. അതെ അല്ലേ. ആ ഷൂട്ടിങ്ങിന്റെ ആൾക്കാരാണോ അത്? അല്ല, ഷൂട്ടിങ് അതെ അതെ അതെ. നല്ല രസമുണ്ട് ഈ വെള്ളം കയറി കിടക്കുന്ന ഏരിയ. ഇവിടെ എല്ലാം വെള്ളം വരുന്നു കേട്ടോ. വള്ളത്തെ കയറണോ? നമുക്കേ അമ്പലത്തിന്റെ അവിടം വരെ പോകാമെന്ന് നോക്കാം അല്ലേ. വെള്ളമാണോ എങ്ങനെയാന്ന് അങ്ങോട്ട് കയറി ചെന്ന് അപ്പുറത്തെ തുരുത്താൽ വെള്ളമാണെങ്കിൽ പോക്ക് നടക്കുക. ഏതായാലും നമുക്ക് നോക്കാം, അവിടം വരെ പോയി നോക്കാം. അക്കരെ വന്നായിരുന്നു നമ്മൾ പാലം വഴി നടന്നു വരേണ്ടി വന്നത്. നേരത്തെ കുറെ സിനിമയുടെ ഒക്കെ ഷൂട്ടിങ് നടക്കുന്ന സ്ഥലങ്ങളായിരുന്നു കേട്ടോ. നമ്മൾ ഇന്നാളെ വന്നപ്പം മറ്റേ സെറ്റൊക്കെ ഇട്ട് വീടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ലൈഫ് ഓഫ് ജോസ് ഊട്ടി. അതായിരുന്നു അല്ലേ, ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് പോകാൻ തോന്നുന്നു കേട്ടോ, വഴിയുണ്ടെന്ന് തോന്നുന്നു. ഇത് മേളത്തെ റോഡല്ലേ? മേളത്തെ റോഡാ. ഈ വഴി അങ്ങോട്ട് പോകത്തില്ലേ? അവിടെ വരെ ചെല്ലാം, നോക്കാം, പോകുന്നത്രയും പോയി നോക്കാം അല്ലേ. ഇല്ലേ, നമുക്ക് അവിടെ വരെ പോയി നോക്കാം. അമ്പലത്തിന്റെ അവിടെ ചെന്നാൽ ചിലപ്പോൾ വള്ളത്തെ കയറാൻ പറ്റുമായിരിക്കും അല്ലേ. അവിടെയും വള്ളമുണ്ട്. ഇന്നാണ് നമ്മൾ പോയപ്പോ അവിടെ ഒരു വള്ളക്കാരുണ്ടായിരുന്നു. ആ വള്ളത്തെ നമ്മൾ കയറിയതല്ലേ. ഇന്നിപ്പോ ഈ എല്ലാരെയും കാട്ടിക്കൂടെ കൊണ്ടുവന്നോണ്ടേ ആർക്കും ഒന്നും വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കടയില്ല, ഒന്നുമില്ല. കൊള്ളാല്ലേ യേശു, നമ്മളെ പറ്റിക്കാൻ കൊണ്ടുവന്ന കാട്ടിക്കൂടെ അല്ലേ? കൊണ്ടുവന്നാണോ? നിങ്ങൾ ഇവിടെ എല്ലാം കാണിക്കാൻ കൊണ്ടുവന്നല്ലേ? അയ്യോ, ഞങ്ങൾക്ക് ഇവിടെ കാണണ്ടായിരുന്നു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഇന്ന് ഇവിടെ കണ്ടാൽ മതി. ഇവിടെ കണ്ടിട്ട് ഞങ്ങളെ ടൗൺ കാണിക്കാൻ കൊണ്ടുപോയാൽ മതി. ഇല്ല, ടൗണിലൊന്നും പോകത്തില്ല. ഇന്ന് ആരും ഇല്ല, ഒരു മനുഷ്യനില്ല ഇന്ന് ടൗണിൽ. എല്ലാം അവധിയാ. അതെ, ഒരു കടയും ഇല്ല, ഒരു മനുഷ്യനും ഇല്ലാത്തടത്തെല്ലാം കൊണ്ടുവന്നിട്ട്. അതെ അതെ അതെ. അല്ലേടാ? കണ്ടോ, നമ്മളെ താഴത്തെ വഴി ഒഴിവാക്കി പോന്നോണ്ടേ കറക്റ്റ് ഈ സ്പോട്ടിൽ വരാൻ പറ്റിയേ. താഴത്തെ വഴി വന്നാൽ അവിടെ മുഴുവൻ ചെളിയാ. അത് കണ്ടോ, അതുകൊണ്ട് അവിടെ മുഴുവൻ ചെളിയാ. അതിലെ വന്നാൽ നമുക്ക് ഇങ്ങോട്ട് വരവ് നടക്കില്ലായിരുന്നു. വെള്ളത്തെ വഴിയെ വന്നുകൊണ്ട് ഇവിടെ വരെ കറക്റ്റ് വരാൻ പറ്റി അല്ലേ. നമ്മളെ ആ മേളത്തെ വഴിയെ കയറി പോന്നോണ്ടേ ആ വെള്ളം കയറി കിടക്കുന്ന വഴികളെല്ലാം ഒഴിവാക്കി കറക്റ്റ് അമ്പലത്തിന്റെ വാതൊക്കെ തന്നെ വന്നു കണ്ടു. കുഞ്ഞാണെങ്കിൽ കുഞ്ഞിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നേ, വെള്ളത്തിനകത്തൂടെ എല്ലാം കയറി എങ്ങനെ ഇനിയും ചെളിക്കകത്തൂടെ പോകണമെന്നൊക്കെ ഓർത്തോണ്ടിരിക്കുകയായിരുന്നു. കറക്റ്റ് നമ്മളിവിടെ വന്നു കണ്ടോ. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇത് അല്ലാത്തപ്പോ നമ്മൾ വരുമ്പോ അവിടെ എല്ലാം ഫുൾ ഉണങ്ങി നല്ല. അതെ അതെ, ശിവരാത്രിയുടെ പരിപാടി എല്ലാം നടക്കുന്നത് ഈ ഭാഗത്താണ്. ഇവിടെ അവിടെ സ്റ്റേജ് അവിടെ കിട്ടും. പിന്നെ ഇവിടെ ഇരുന്ന ആൾക്കാർ മുഴുവൻ പരിപാടികളെല്ലാം കാണുന്നത്. ഗാനമേള എന്നെല്ലാം പരിപാടിയല്ലേ. ആ സമയത്ത് ഭയങ്കര തിരക്കാണ് ഇവിടെ. അത് ഈ നാട്ടിൽ നിന്ന് പോയവരും അറിഞ്ഞു കേട്ട് വരുന്നവരും എല്ലാം ആയിട്ട് ഒത്തിരി പേര് വരുന്നു. ഇത് പഴയ അമ്പലമല്ലേ അയ്യപ്പൻ കോവിൽ. അതെ അതെ. അമ്പലം എന്ന് പറഞ്ഞാൽ നമുക്ക് താഴെയൊക്കെ ഇറങ്ങി നോക്കിയിട്ട് വരാം. അത് ഇടുക്കി ഡാമിലെ വെള്ളം നല്ലപോലെ കയറുന്ന സമയത്ത് ഇത് മൊത്തം മൂടിപ്പോവല്ലേ, മൂടിപ്പോവും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പൊക്കി പണിത് അല്ലേ. അതുകൊണ്ട് ഈയിടെ പണിതായത് അമ്പലം പൊക്കി പണിതാ. അപ്പൊ നമുക്ക് അവിടെ നിന്ന് കയറി നോക്കിയിട്ട് വരാം. ഇതെന്നാ വാഴയമ്മേ? കണ്ടിട്ടുണ്ടോ ഇത്രയും വലിയ വാഴ? ഇതാണ് കല്ലുവാഴ. കണ്ടോ എന്നെ വലുതാന്ന് നോക്കിയേ. മറ്റേ ഈ കാറ്റാടിയുടെ ഒക്കെ ലീഫ് പോലെ ഇല്ലേ? ഒരിലുണ്ട് കൊറേ പേർക്ക് തിന്നാല്. നീ ഇത്രയും വലിയ കപ്പ കണ്ടിട്ടുണ്ടോ? ഇത് കപ്പയാ നിക്കുന്നത്, കണ്ടോ? കപ്പ മരം ഇത്രയും വലുതോ? ഇതെന്താ അറിയോ? കണ്ടിട്ടുണ്ടോ? ഇത് ഉണക്കിയ മാലപ്പടക്കം. ഇത് പടക്കവാ. ഇത് താഴോട്ട് ഇട്ടിട്ട് ചവിട്ടി നോക്കി പൊട്ടും. പിന്നെ അതെ,
ചവിട്ടടാ കേശു, മുറുക്ക് ചവിട്ട്. ചവിട്ടടാ. അങ്ങനെയല്ല, മുറുക്ക ചവിട്ടടാ. പൊട്ടോടാ കേശു ചവിട്ടിയ പൊട്ടുവാരി. ആ കേട്ടോ പൊട്ടി. കേട്ടോ. ആ പൊട്ടി. ആ ഇതൊക്കെ പിള്ളേരെ കളിപ്പിക്കാനുള്ള പരിപാടിയല്ലേ കുഞ്ഞേ. ഇവിടെ വന്നിട്ടേ ഈ ഭാഗത്തെ വള്ളമില്ല, ഇത് അങ്ങനെ നമ്മൾ ആ തൂക്കുപാലം കണ്ടില്ലേ, ആ ആ അവിടുന്ന് വരുന്നതാ. തൂക്കുപാലത്തിൻ്റെ അവിടുന്ന് വള്ളത്തെ കൊണ്ടുവന്ന് ഇതിലെ ഇങ്ങനെ കയറ്റി കാണിച്ച് തിരിച്ചു കൊണ്ടുപോകുന്ന കേട്ടോ. അല്ല. അതെ, ഇവിടെ വെള്ളം നേരത്തെ ഉള്ളായിരുന്നു, ഇപ്പം വെള്ളമില്ല. അവിടെയോ? ആ. ഇതിലെവിടെ ഇവിടെ എങ്ങാണ്ട് വന്ന് കയറും തോന്നുന്നു. ഒത്തിരി പേരുണ്ട് കേട്ടോ, അവരെല്ലാം ഈ വന്നിട്ട് ഇവിടുന്ന് വന്ന് കണ്ടിട്ട് തിരിച്ചു പോകാനായിട്ട് വരുന്ന. അമ്പലത്തിനകത്തോട്ടൊന്ന് അങ്ങോട്ടൊന്ന് കയറി പോവാം അല്ലേ. ഏ ഇതെല്ലാം ഈ കഴിഞ്ഞ ഇടയ്ക്ക് പണിതാ കേട്ടോ. ആ ഇത് ഈ വെള്ളം കയറുമ്പോഴും അമ്പലത്തിൽ പോകാനായിട്ട് പോകാനായിട്ട് ഉള്ള വഴിക്ക് വേണ്ടിയിട്ട് ഇത്രയും പൊക്കി പണിതേക്കുന്നത് പണിതാ. അല്ലേ. അല്ലെങ്കിൽ ആ സ്റ്റെപ്പേ ഉള്ളായിരുന്നു. അതെ അതെ. പക്ഷെ ഇവിടെ പുതിയൊരു അമ്പലം നാളെ നമ്മൾ വന്നപ്പോൾ ഇല്ലായിരുന്നു, പക്ഷെ ഇവിടെ ഒരു പുതിയൊരു അമ്പലം കൂടെ പണിത് അല്ലേ. ഇതുണ്ടായിരുന്നു, ഇത് പുതുക്കി പണിതാ മൊത്തം. ആ പുതുക്കി പണിതാ മൊത്തം. നല്ല രസമാവട്ടെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ആ നമുക്ക് ശിവരാത്രി കയറണേ. ശിവരാത്രിക്കോ? ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ട് ജോയിൻറ്റ് വീലെ കറങ്ങി മേളിൽ പോയിട്ട് പിന്നെ ഇരുന്ന് ഓർക്കുന്നുണ്ടോ? കേശു ആണെങ്കിൽ മടുത്തെന്ന് തോന്നുന്നു കേട്ടോ. യേശു ഇവിടെ വന്നിട്ടുണ്ടോ? യേശു ആ അവൻ ഇവിടെ വന്നിട്ടില്ല. കണ്ടിട്ടുണ്ടോ? അവൻ്റെ വീടിൻ്റെ ആദ്യം ഇത്ര കാണാം. അടുത്ത് വന്നിട്ട് അവൻ വന്നിട്ടില്ലെന്ന് അവൻ പറയുന്നത്. ആണോ? ഉം. ഇഷ്ടപ്പെട്ടോ? നല്ല രസമുണ്ടല്ലേ ഇവിടെ ഇതിൻ്റെ തണലത്തിരിക്കാൻ. ആ നല്ലതാണല്ലോ ഇവിടെ ഇരുന്നിട്ട്. ഇത് ഏത് മരമാണോ? ഇതോ ഇലഞ്ഞി. ഇലഞ്ഞിയാണോ? ഇലഞ്ഞിയാ. പക്ഷെ നല്ല തണുപ്പ് ആ. ഇവിടെ ഇരുന്നപ്പോ. വെള്ളം വേണോ കുടിക്കാൻ? ഓ വേണ്ട. ഡാമിലെ വെള്ളം, ഡാമിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്, വാ കുടിക്കാം. ഇറങ്ങി വരുവാണെങ്കിൽ നമുക്ക് ഡാമിൻ്റെ അവിടുത്തെ വെള്ളത്തിൻ്റെ അവിടെ നിന്ന് പോയിട്ട് വരാം. വാ. കേശുവിന് ഭയങ്കര ഒരു സംശയം, ആ. വെള്ളം എങ്ങനെയാ തിളങ്ങുന്നതെന്ന്. ആഹാ അത് കൊള്ളാലോ. എങ്ങനെയാ കേശു? വെള്ളം തിളങ്ങുന്ന കണ്ടില്ലേ? ആ കണ്ടോ? എന്നാൽ പെട്ടെന്ന് വാ, പോയി നോക്കിയിട്ട് വരാം. വെയിൽ മൂക്കുന്നതിന് മുന്നേ നമുക്ക് നോക്കിയിട്ട് വരാം. ആ ഇതിനകത്ത് എത്ര പേർക്ക് വള്ളത്തെ കയറണം? ഭൂരിപക്ഷം കേശു കൈ പൊക്കിയില്ല. കേശു കൈ അവനെ എന്നത്തിന് പിടിച്ചു പൊക്കിക്കുന്നു. കൈ പൊക്കുവാണെങ്കിൽ അവനും പൊക്കിയോ. എന്നാൽ നമുക്ക് വള്ളക്കാരോട് ചോദിക്കാം അല്ലേ. വള്ളത്തെ കയറിന അവിടെ ചെല്ലണമെന്നോ തോന്നി. വേണ്ട, ഒരു വള്ളക്കാരനോട് പറഞ്ഞുകൂടാ ഇതിലേ വരാൻ. ചോദിച്ചുകൂടാ. ഇവിടെ ഒരു വള്ളമുണ്ട്, പക്ഷെ അതിന് ആളില്ല. ആളില്ല, അത് കുഴപ്പമില്ല, നമുക്ക് ചോദിച്ചിട്ട് അവരോട് തിരിച്ചു വരാമെന്ന് ചോദിക്കാം. കണ്ടോ ഇവിടെ ഫുള്ള് ഇവിടെ എല്ലാം അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം മൊത്തം ചെളിയായിട്ട് കിടക്കുക. വെള്ളം കയറിയിട്ടേ, വെള്ളം ഇറങ്ങി ഇറങ്ങി കുറഞ്ഞു പോകുന്നല്ലേ ഉള്ളൂ. ഇതിലാണ് മൊത്തം മുകളിലേക്ക് കയറി പോകേണ്ടത്. അതിനെ മഴക്കാലത്ത് വെള്ളം കയറി വരുമ്പം ആ സമയത്ത് മേളിൽ കയറാനായിട്ടാണ് കണ്ടോ ഇതിലെ ഇങ്ങനെ മേളിൽ കൂടെ പാലം പണിത് നല്ല സെറ്റാക്കി വെച്ചത്. കണ്ടോ ഇവിടെ എഴുതിയേക്കുന്നതുണ്ടോ, പുരാതന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം അയ്യപ്പൻ കോവിൽ ഇടുക്കി. ഇത് പഴയ അമ്പലമായിരുന്നു. വെള്ളമൊക്കെ ഡാമൊക്കെ പണിത് വെള്ളമൊക്കെ കയറി കഴിഞ്ഞപ്പോൾ ഇത് മൂടിപ്പോയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്ന വഴിക്ക് KK റോഡിൽ അല്ല കട്ടപ്പന റൂട്ടിൽ പുതിയ അമ്പലം പണിതേക്കുന്നത് അല്ലേ, കുപ്പിപ്പാളയിൽ. ആ തൂക്കുപാലത്തിൻ്റെ അവിടെ പോയിട്ട് അവിടുന്ന് നമുക്ക് വള്ളത്തെ കയറി ഒന്നുകൂടെ വരാം. ഇവിടെ വരുന്ന വള്ളക്കാരെല്ലാം അവിടുന്ന് നാളെ ആയിട്ടേ വരത്തുള്ളൂ കേട്ടോ. തിരിച്ചു പോയിട്ട് അവിടുന്ന് നമുക്ക് വള്ളത്തെ കയറി ഇങ്ങോട്ട് വരാം. ഈ കപ്പയൊന്ന് പറിച്ചു നോക്കായിരുന്നല്ലേ. കപ്പയോ? കപ്പ ഇവിടുത്തെ പന്നിയൊക്കെ മാന്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ അയ്യപ്പൻ കോവിൽ തൂക്കുപാലത്തിൻ്റെ അവിടെ വീണ്ടും എത്തിച്ചേർന്നു കേട്ടോ. അത് ഇഷ്ടം പോലെ ആളുണ്ട് കേട്ടോ, ഇന്ന് നല്ല തിരക്കുണ്ടല്ലേ. പക്ഷെ വരുന്നവരെല്ലാം അതിലേ വരുന്നോണ്ടേ, മാട്ടുക്കട്ട വന്ന് തിരിഞ്ഞ് വരുന്നത് കൊണ്ട് അവിടെ വരെ വന്നിട്ട് പോകാനേ പറ്റത്തുള്ളൂ. അതെ അതെ, അക്കരെ വന്ന വണ്ടി അക്കരെ നിൽക്കും, പിന്നെ ഇതിലെ നടന്നു വേണം. ഈ വഴി അറിയാവുന്നവർക്കല്ലേ ഇക്കരെ വരാൻ പറ്റുള്ളൂ. അതാ തൂക്കുപാലത്തെ കൂടെയൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ നടക്കുന്നുണ്ട് കേട്ടോ. ഈ തൂക്കുപാലത്തിന്റെ താഴെ കണ്ടോ ആ റോഡ് ഇങ്ങോട്ട് വരുന്ന കണ്ടോ, അതിലേ കൂടി റോഡുണ്ട്. ഇവിടെ ഒരു ചെറിയ പാലമുണ്ട്, പഴയ പാലം. ആ പാലത്തെ കൂടെ വണ്ടി വന്ന് ഇവിടെ വന്ന് കയറും. പക്ഷെ ആ പാലം ഇപ്പം വെള്ളമായതുകൊണ്ടാണ് ഇതിലെ വരാത്തത്. ഇപ്പൊ നമുക്ക് വന്നാൽ വണ്ടി വരാൻ പറ്റത്തില്ല, തൂക്കുപാലത്തെ കൂടെ നടന്ന് ഇക്കരെ വരാനേ പറ്റത്തുള്ളൂ. തൂക്കുപാലത്തെ കയറുന്നോ? തൂക്കുപാലത്തെ കയറണം. പിന്നെ തൂക്കുപാലത്തെ കയറിയിട്ട് നമുക്ക് നോക്കാം. ആ ചേട്ടൻ വള്ളത്തിന്റെ ചേട്ടൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ഫുഡ് അയ്യപ്പൻ കോവിൽ എന്ന് പറയുന്നതേ കട്ടപ്പനയിൽ നിന്ന് 15 കിലോമീറ്റർ ദൂരമാണുള്ളത്. കട്ടപ്പനയിൽ നിന്ന് വരുമ്പം ഇടുക്കി ജില്ലയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള പൈനാവിൽ നിന്ന് 45 കിലോമീറ്റർ ദൂരമുണ്ട്. പിന്നെ 1960 കാലഘട്ടത്തിലൊക്കെ വലിയൊരു ടൗൺഷിപ്പായിരുന്നു കേട്ടോ ഈ അയ്യപ്പൻ കോവിൽ എന്ന് പറയുന്നത്.
2012 2013 കാലഘട്ടത്തിലാണ് ഈ തൂക്കുപാലത്തിന്റെ പണി കംപ്ലീറ്റ് ചെയ്തത്. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിനെയും കാഞ്ചിയാർ പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണിത്. അയ്യപ്പൻകോവിലില് 200 മീറ്റർ നീളമുണ്ട് അല്ലേ? 200 മീറ്റർ ഇതിന്റെ നീളം. പെരിയാറിന്റെ തീരത്തുള്ള പഴയ ഒരു അയ്യപ്പ ക്ഷേത്രവും പാലവുമാണ് ഇവിടുത്തെ മെയിൻ ആകർഷണ കേന്ദ്രം അല്ലേ? അതെ അതെ. ഈ ശരിക്കും ഈ തൂക്കുപാലം വന്നു കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതൽ ആളുകൾ ഈ അയ്യപ്പൻകോവിലിനെ കുറിച്ച് അറിയുകയും ഇവിടെ വരാനും തുടങ്ങിയത്. അപ്പോഴേ നല്ല വെയിലാ. അതെ. പിള്ളേർക്ക് ആർക്കും വെയിൽ കാരണം വള്ളത്തെ കയറണ്ടെന്നാ പറഞ്ഞത്. വള്ളത്തെ കയറാന്നോർത്ത് വന്നതാണ്. പക്ഷെ ഒരു കുറച്ച് സമയം ഇവിടെ രക്ഷയില്ല, ഭയങ്കര വെയില്. നമ്മൾ വന്ന സമയം ഇച്ചിരി നേരത്തെ ആയിപ്പോയി. ഞാൻ ചോദിച്ചു കുറച്ച് ഇതിലൊന്ന് കറക്കാവെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു ഇപ്പൊ ഫുള്ള് വൈകുന്നേരം വരെയുള്ള ഒരു 4 മണി വരെ ലോങ് ട്രിപ്പാന്ന് പറഞ്ഞു. ലോങ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എടുത്ത് അയ്യപ്പൻകോവിൽ അമ്പലം വരെ കാണിക്കും. അടുത്തത് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മണി കഴിഞ്ഞിട്ട് ചുമ്മാ ഇതിലെ കുറച്ചൊക്കെ ഒന്ന് കറക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞാൽ പിന്നെ നമുക്ക് പിള്ളേർക്കൊന്നും കയറണ്ടെന്നാ പറഞ്ഞത്, വെയിൽ കാരണം നമുക്ക് പോയേക്കാന്ന് പറഞ്ഞു. ഭയങ്കര ചൂടാണ്. കുറെ വെള്ളം ഉണ്ടല്ലേ? നല്ല തിരക്കുണ്ട് കേട്ടോ. അവിടെ ചങ്ങാടം ഉണ്ട് കേട്ടോ. അത് നമുക്ക് തന്നെ ചങ്ങാടത്തെ കയറി അങ്ങോട്ടും പുള്ളി ഇങ്ങോട്ടും. പറഞ്ഞാൽ അത് വലിക്കാൻ അറിയത്തില്ല, അതൊക്കെ കയറിയാൽ മറിഞ്ഞൊക്കെ പോയെങ്കിൽ എല്ലാം ചോദിച്ചു. അതുകൊണ്ട് നമുക്ക് ആ പരിപാടിക്ക് നിൽക്കണ്ട. ബാബാ നടന്നോ പൊക്കോ. കേശുവിന് പേടിയാണോടാ? പേടിയാവുന്നുണ്ടോടാ? കേശുവിന് പേടിയാണോ? പേടിയുണ്ടോ? ഏയ് അവന് പേടിയൊന്നുമില്ല. പാലത്തെ കയറുമ്പോഴേ കുലുക്കമുണ്ട്. കുലുക്കമുണ്ട്. അതുകൊണ്ട് 25 പേര് കൂടുതൽ കയറരുതെന്നൊക്കെ എഴുതിയേക്കുന്നത് ഒരു സമയം. നല്ല നീളമുണ്ട് കേട്ടോ. ഒത്തിരി ആളും കയറി അക്കരെ ചെല്ലുവാണെങ്കിൽ നമ്മള് മാട്ടുക്കെട്ട് ചെല്ലും. ഇത് അയ്യപ്പൻകോവിൽ പഞ്ചായത്തും കാഞ്ചിയാർ പഞ്ചായത്തും അക്കരെ ഉപ്പുതറയുവാ. 3 പഞ്ചായത്തല്ലേ? മൂന്ന് സ്ഥലവാ. ഇത് അക്കരെ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത്. ഇതിപ്പോ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത്. ഇപ്പുറത്തേത് കാഞ്ചിയാർ പഞ്ചായത്ത്. ആ സൈഡ് കാണുന്നത് ഉപ്പുതറ പഞ്ചായത്ത് അല്ലേ? ഇവിടെ വരുന്ന ആൾക്കാരെല്ലാവേ പാലത്തേലെ കയറി എല്ലാ വെയിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നുണ്ട്. അപ്പൊ നമ്മളും കയറി. പാലത്തെ കേറാൻ നല്ല രസമാണ്. ഇങ്ങനെ കിടന്ന് ആടത്തില്ലേ? നല്ല രസമുണ്ടല്ലേ? ഇങ്ങനെ കിടന്ന് ആടുന്നോണ്ട് ഇങ്ങനെ ആട്ടി ആട്ടി പാലത്തിൽ നിന്നുള്ള വ്യൂവും നല്ല മനോഹരമാണ് അല്ലേ? നല്ല രസമാണ്. അപ്പുറത്തോട്ടൊക്കെ കണ്ടോ, നല്ല ഇല്ലിക്കൂട്ടമൊക്കെ നിൽക്കുന്നതും ആൾക്കാർ ആ താഴെ വഴിയൊക്കെ നിൽക്കുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. വള്ളമൊക്കെ കാണാനേ നല്ല ലോങ്ങിലല്ലേ വള്ളമൊക്കെ കിടക്കുന്നത് കാണാനേ. അപ്പൊ കട്ടപ്പന വരുന്നവര് ഇവിടം പിന്നെ കുറെ സ്പോട്ട് ഉണ്ട്, അവിടെ എല്ലാം പോയി കണ്ടിട്ട് വേണം പോവാൻ. അതെ, കട്ടപ്പന ഏരിയയിലോട്ട് വന്ന കുറെ സ്ഥലങ്ങളുണ്ട് കാണാൻ. കളിപ്പാട്ടം കിട്ടിയ പോലെ ഉണ്ടല്ലോടാ അല്ലേ? അതെ, വണ്ടി പഴുത്തിരിക്കുവാ. ചൂടാ, നല്ല ചൂടാണേ. അവന് ചൂടില്ലെന്നാ പറഞ്ഞത്. എനിക്ക് പൊള്ളുന്നില്ലെന്ന്. ആണോടാ? കാലിടക്കിടക്ക് ഇങ്ങനെ പോകുക. നല്ല രസമല്ലേ ഇവിടെ ഇരിക്കാൻ? കൂട്ടം എത്ര എണ്ണം കാണും അല്ലേ? പഴയ റോഡായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുമോ? അതെ, അതായത് പണ്ടത്തെ കോട്ടയം കട്ടപ്പന റോഡായിരുന്നു. ഈ സംഭവത്തിൽ കൂടാണ് വണ്ടികളൊക്കെ ഡാം വരുന്നതിന് മുന്നേ ഇവിടെയൊക്കെ വെള്ളത്തിൽ മുങ്ങുന്നതിന് മുന്നേ പൊക്കോണ്ടിരുന്നത്. നല്ല തണലുണ്ട്. നല്ല ആ വെയിലത്ത് നീങ്ങി വന്നപ്പോഴത്തേക്കിനുമേ നല്ല സുഖം. ഇല്ലിക്കാടുകൾ കാണാൻ നല്ല പ്രത്യേക ഒരു രസം അല്ലേ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ഇവിടെ വന്നാടാ കേട്ടോ. കൊറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതിലേ കൂടെ 1-2 തവണ വന്നിട്ടുള്ളൂ. അക്കരെ കൂടെ 2 തവണ നമ്മൾ ഇതിലേ കൂടെ പോയിട്ടുള്ളൂ. അക്കരെ കൂടെയായിരുന്നു നമ്മൾ വരുന്നതല്ല. ട്രിപ്പൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? പിന്നെ കൊള്ളായിരുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.